വരൂ. സങ്കുചിത മനസ്ഥിതിയാണെന്ന് വിചാരിക്കരുത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരച്ഛൻ എന്ന നിലയിൽ എന്റെ മകളുടെ ഭാവി നോക്കേണ്ടത് എന്റെ കടമയാണ്. റാഫേലിന്റെ പ്രായം അറിയാമല്ലോ. ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് താല്പര്യം തോന്നുന്നത് സാധാരണമാണ്. കാർലോസ് റാഫേലിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. മാറാരോഗിയായ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. എന്താ പറഞ്ഞ? ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണക്കാക്കിയാ മതി. ആരാണ്ട നീയേ കന്നാലി? ഈ പെമ്പിള്ളേരെ മുറി കയറുന്ന ഏർപ്പാട് ഇന്നത്തോടെ നിർത്തിക്കോളണോട്ടോ. ഫാനാണത്രേ. തൽക്കാലം ഈ മോളി കിടക്കുന്ന ഫാൻ മാത്രം മതി. കേക്കണുണ്ടോ നീ ഷാവി? എന്താ പച്ചണ്ടായേ? എടാ, ഈ പ്രേമം എന്നൊക്കെ പറയണതേ നിന്നെ പോലെ മാറാരോഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതെ അതെ, മുതലാളി പറഞ്ഞു കേട്ടോ. അതിനിപ്പോ നിന്റെ മുഖം എന്തുകൊണ്ടാ പാടണേ? എടാ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അപ്പച്ചൻ പൊക്കി എടുത്തിട്ടൊന്ന് കെട്ടിച്ചു തരൂല്ലേ? വിഷമിക്കണ്ടോ, കിടന്നു. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിഞ്ഞൂടാ. കള്ളം. കഥകൾ മുഴുവൻ അറിയാവുന്നത് മുത്തശ്ശിക്ക് മാത്രമാണ്. പക്ഷെ ആ കഥകളിൽ മുത്തശ്ശിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിഗൂഢ സത്യങ്ങളുണ്ട്. പ്രശസ്തമായ മുല്ലക്കൽ തറവാട്ടിലെ ഡോക്ടർ സുബ്ബലക്ഷ്മി അന്യജാതിക്കാരനായ ഒരു ഡോക്ടറുമായി പ്രണയത്തിലായതും അതിനെ തുടർന്ന് ഗർഭിണിയായതും അവരുടെ അച്ഛന്, നിങ്ങളുടെ ഭർത്താവിന്, താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സുബ്ബലക്ഷ്മിയുടെ മുറച്ചെറുക്കനായ രവിവർമ്മ രംഗത്തെത്തുന്നു. തറവാടിനെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു ആക്സിഡന്റിൽ സുബ്ബലക്ഷ്മിയുടെ കാമുകൻ കൊല്ലപ്പെടുന്നു. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും സുബ്ബലക്ഷ്മി കൂട്ടാക്കിയില്ല. ത്യാഗിയായ മുറച്ചെറുക്കൻ അമ്മാവനുമായി ഒരു രഹസ്യ ധാരണയിലെത്തി. പ്രസവത്തോടെ കുഞ്ഞിനെ ഒഴിവാക്കിയാൽ മുറപ്പെണ്ണിനെയും അവരുടെ ഭാരിച്ച സ്വത്തുക്കളെയും താൻ സ്വീകരിച്ചു കൊള്ളാമെന്ന്. അച്ഛന്റെ സുഹൃത്തിന്റെ അകലെയുള്ള ഹോസ്പിറ്റലിൽ വെച്ച് സുബ്ബലക്ഷ്മി പ്രസവിക്കുന്നു. പ്രസവത്തോടെ കുട്ടി മരിച്ചുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അച്ഛന്റെ അന്ത്യാഭിലാഷം കണക്കിലെടുത്ത് അവർ പിന്നീട് തന്റെ മുറച്ചെറുക്കനെ വിവാഹം കഴിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകൻ രോഗിയായി സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ എത്തുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു കണ്ണിയുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. സുബ്ബലക്ഷ്മി പ്രസവിച്ച കുഞ്ഞ് എങ്ങനെ കാർലോസിന്റെ കയ്യിലെത്തി? അത് മുത്തശ്ശിക്കറിയാം. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അന്ന് മരുന്ന് മാറി റാഫേൽ മരിക്കാൻ പോയ സംഭവമൊക്കെ മുത്തശ്ശിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് റാഫേലിന്റെ രക്ഷയെ കരുതിയെങ്കിലും എല്ലാം മുത്തശ്ശി എന്നോട് തുറന്നു പറയണം. അല്പം കോംപ്ലിക്കേഷൻ ആയിരുന്നു. ആൺകുഞ്ഞ്. സുബ്ബലക്ഷ്മിയുടെ ബോധം തെളിഞ്ഞിട്ടില്ല. നന്നായി. അടുത്ത 24 മണിക്കൂർ കഴിയാതെ അവിടെ ബോധം തെളിയരുത്. സുബോധം തെളിയുമ്പോ പ്രസവത്തോടെ മരിച്ച കുഞ്ഞിന്റെ ജഡം മറവ് ചെയ്തെന്നേ പറയാവൂ. കുഞ്ഞിനൊന്നും ചെയ്തെന്ന് പറയണേ ഡോക്ടർ. ഒന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞിനെ കൊണ്ടു സമ്മതിക്കില്ല. ഈ കൈകൊണ്ട് ഞെരിച്ചു കൊല്ലാൻ അറിയാൻ പാടില്ല. ബ്രഹ്മഹത്യ വേണ്ടെന്ന് കരുതിയിട്ടാ. ഇവൻ ആദി ബ്രാഹ്മണനാണ്. വേണ്ട, കുഞ്ഞിനെ കൊണ്ടുപോരുത്. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. അയ്യോ, അറിയാലോ, ആളൊഴിഞ്ഞ സ്ഥലം നോക്കി.
ഒരു കരച്ചിൽ കേട്ടല്ലോ. അവിടെ എന്താ? വാ വാ വാ. സുഖമൊരു ബിന്ദു ദുഃഖമൊരു പെണ്ടുലമാടുന്നേ ഒരു ബിന്ദു അവൻ എങ്ങോട്ടാ ഓടിയെന്നറിയാം. അവൻ അങ്ങോട്ടാ ഓടിപ്പോയെ. ആ പെട്ടിക്കകത്തുകൊണ്ടാ മനസ്സില്ല. കൊറേ ഇട്ട് തന്നെ വേണമെങ്കി ഇവിടെ വന്നെടുത്തോളോ. വെറുതെ അല്ല മരത്തിന്റെ കുരിശുമേ തറച്ചേക്കണേ, ഇരുമ്പിന്റെ കുരിശല്ലേ തറക്കണ്ടേ. കുരിശുമേ ബാഗും തൂക്കി സ്ഥലം വിടാൻ പോവാ. വർഷം എത്രയെന്നറിയോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഒരു കുഞ്ഞിനെ വളർത്തി എമ്മ വരെ പാസ്സാക്കാനുള്ള കാശി പെട്ടിക്കുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ലേ? ഞാൻ വേറെ പുണ്യാളെ നോക്കാൻ പോവാണ്. എന്തിട്ടത്? കളിയാക്ക? അതിന് വേറെ ആളെ നോക്കണട്ടാ. നന്ദിട്ടാ, തൃപ്തിയായി പോവാണ്. നോക്കിക്കോളാം. പോട്ടെ പോട്ടെ പോട്ടെ. കരണ്ട കുട്ടാ, കർത്താവ് കാർലോസിന് തന്ന മുത്താണ് നീയേ. കരണ്ടട്ടോ. അവന്റെ ഓരോ വളർച്ചയും ഞാൻ രഹസ്യമായി ശ്രദ്ധിച്ചിരുന്നു. റാഫേൽ ജീവനോടെ ഇരിക്കുന്ന വിവരം എന്റെ മോൾ അറിഞ്ഞാൽ അവൾ അവനെ വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കും. അതോടെ അവന്റെ ജീവൻ അപകടത്തിലാവും. ഈ കഥകളൊക്കെ പുറത്തറിയുന്നതിന് മുമ്പ് മോൻ അവനെ ഈ ആശുപത്രിയിൽ നിന്ന് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം.